ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം 10 കിലോമീറ്ററുമാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 8ഓളം വീടുകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ട വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. ജാളികൾ കൊടുത്ത് ഡിസൈൻ ചെയ്ത നല്ലൊരു ചുറ്റുമതിലും ഇവിടെ നമുക്ക് കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ മെയിൻ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 വലിയ കാറുകൾ ഒരേ സമയം കവേർഡ് കാർ പാർക്കിങ്ങിൽ തന്നെ ഇടാനുള്ള സൗകര്യം തന്നെയാണ് ബിൽഡർ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ടെക്സ്ചർ ഡിസൈനും LED ലൈറ്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കിണർ തന്നെയാണ് ഈ വീടിൻ്റെ പ്രധാന വാട്ടർ സോഴ്സ്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു 6 സീറ്റർ സോഫ സെറ്റേക്ക് ഇടാൻ പാകത്തിലാണ് ഇവിടെ ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ലൊരു പാനൽ വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ലിവിംഗ് ഏരിയയിൽ കാണാം. വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്കും കടന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ തുറക്കാവുന്ന രീതിയിൽ ഒരു വാതിൽ കൊടുത്ത് ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഏരിയ കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കിച്ചൺ കബോർഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായി വടക്ക് കിഴക്ക് സ്ഥാനം വരുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസും സിങ്കെല്ലാം കൊടുത്ത് തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ വാർഡ്രോബും ഒരു കോർണറിലായി നമുക്ക് കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. 10 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2 പാളികളുള്ളൊരു വാർഡ്രോബാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഗ്രാനൈറ്റാണ് സ്റ്റെയർവേ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. സ്റ്റെയർവേ കയറി വരുന്ന ഭാഗത്തായി ഒരു ഷാൻലിയറും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായി വരുന്ന ചെറിയൊരു ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായൊരു വാൾപേപ്പർ ഡിസൈനും സ്കൈ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ആണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20 അടിയോളം നീളമാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി TV യൂണിറ്റും കൂടാതെ ഒരു സ്റ്റഡി ടേബിളും ബിൽഡർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. LED പ്രൊഫൈലേറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം.
ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ 12 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 11 അടിയോളം നീളം വരുന്ന ബെഡ്റൂമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പാനൽ വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി മനോഹരമായൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ഒരു ബാൽക്കണി കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 അടി വീതിയും 10 അടിയോളം നീളത്തിലുമാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GI ട്യൂബിലാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൂർ പാനൽ വർക്കും കൂടാതെ LED പ്രൊഫൈൽ ലൈറ്റും കൊടുത്ത് മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അല്പം സ്പേസ് ഓപ്പൺ ബാൽക്കണിയായിട്ടും നൽകിയിട്ടുണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000ഓളം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം അടങ്ങിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.